10ാം ക്ലാസ് വരെ ഇപ്രാവശ്യത്തെ അടുത്ത വർഷം SSLC എഴുതുന്ന കുട്ടികൾക്ക് അവരുടെ സിലബസിൽ 25% കുറക്കുമെന്നാണ് പറയണത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ. കുട്ടിക്ക് എന്താണ് പറയാനുള്ളത് അതിനെപ്പറ്റി? എന്നാൽ ഈ SSLCക്ക് 25% പാഠങ്ങളൊന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് 2025-26 വർഷത്തിൽ SSLCയിൽ എക്സാം എഴുതാൻ പോകുന്ന പിള്ളേരെ മുൻനിർത്തിക്കൊണ്ടാണ് തന്നെ ഞങ്ങൾ ഈ പിള്ളേരെ മൊത്തം റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 9ാം ക്ലാസ്സിലെ സിലബസ് മാറ്റി, അതൊക്കെ. പക്ഷേ SSLCക്ക് ഞങ്ങൾക്ക് എന്തിനാണ് സിലബസ് മാറ്റി? ശരിയാണ്, നിലവാരം ഉയർത്തുന്നു, അത് വളരെ നല്ലൊരു കാര്യമാണ്, ഞാൻ അതിന് യോജിക്കുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആക്കേണ്ടിയില്ല. നന്നായിട്ട് പഠിച്ച് എനിക്ക് ഉറപ്പായിരുന്നു ഓണം എക്സാമിനാണ് എൻ്റെ കോൺഫിഡൻസ് മൊത്തം കളഞ്ഞത്. നന്നായി പഠിച്ച് എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും എനിക്ക് നല്ല മാർക്ക് കിട്ടും, ഞാൻ നന്നായി പഠിക്കും, ഞാൻ ട്യൂഷനും കൂടി പോകണില്ല, എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പഠിക്കുന്നു. പക്ഷേ ഓണം എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആൻസർ പേപ്പറിൽ ഞാൻ എനിക്ക് 100% ഉറപ്പായി ഇതന്നെയാണ് ആൻസർ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മാർക്കിൻ്റെ പകുതി ഉള്ളൂ. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയി, പഠിക്കാനുള്ള മൂഡ് പോയി. ലൈൻ കട്ട്. അതെന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇതാണ് ആൻസറിന്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല, അതായിരുന്നു ഇല്ലേ നിങ്ങളുടെ പ്രശ്നം? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൻസർ ആവൂലേ. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യം, ഇങ്ങനെ തന്നെ പഠിക്കണേ, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. ഇത് ഒരുമാതിരി NMMSലെ ക്വസ്റ്റ്യൻ ഉണ്ടാവൂലേ, എയും ബിയും, എ ബിയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ സിക്കും ഡിക്കും അല്ല സി ബിയുടെ ആരാന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്നിട്ട് ചോദിച്ചേ ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലോ, അതന്നെ. ടു ബി ഓണസ്റ്റ്, ആദ്യം തൊട്ടേ 8ാം ക്ലാസ്സിൽ തൊട്ടിട്ട് ഞങ്ങൾക്കൊരു പ്രാക്ടീസ് തരായിരുന്നു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവുക ഒരു പ്രാക്ടീസ് കിട്ടിയിരുന്നെങ്കിൽ അത് 9ാം ക്ലാസ്സിലും 8 തൊട്ടിട്ട് അങ്ങോട്ട് നന്നായിട്ട് പോയിരുന്നെങ്കിൽ ഓക്കെ. പക്ഷേ ഇത് 9ലും ഫസ്റ്റ് കരുക്കണം ഞങ്ങളായിരുന്നു, ഇപ്പോൾ 10ലും ഞങ്ങളാണ്. അടുത്ത കൊല്ലം വരാൻ പോണ പിള്ളേർക്ക് ഇനി പാഠങ്ങൾ 25% സിലബസ് കുറച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാം, ഇങ്ങനെയാണ് വരാന്നുള്ളത്. പക്ഷെ ഞങ്ങൾക്കത് പറ്റുമോ? ഇല്ല. ഈവെന്തോ ചില ടീച്ചേഴ്സിനൊന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചതിന് മുന്നേ അവർ പഠിച്ചിട്ട് ചിലതൊക്കെ അവർക്ക് കിട്ടുകയും കൂടിയില്ല. ടീച്ചേഴ്സ് തന്നെ പാരൻസ് മീറ്റിങ്ങിൽ തന്നെ പറയും പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്കും ചില സമയത്ത് അതിനോട് എത്താൻ പറ്റുന്നില്ല എന്ന് പറയും. വല്ലാത്തൊരു ചതിയാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ എക്സാം എഴുതുന്ന നീ എന്താണ് നിനക്ക് പറയാനുള്ളത്? അതൊന്ന് പറയാം. എക്സാമിന് എനിക്ക് എന്ത് പറയാനുള്ളത്? എക്സാമിന് എനിക്ക് ഫുൾ A+ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച് നടക്കുന്ന ഒരു കൊച്ചാണ് ഞാൻ. ഇപ്പം എനിക്ക് 10ാം ക്ലാസ്സിന് മര്യാദയ്ക്ക് മാർക്ക് കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആകെ കുറ്റപ്പെടുത്താൻ പോണത് ഓൺലി ഈ വിദ്യാഭ്യാസ വകുപ്പിനുള്ള ഒരു വകുപ്പിനോടാണ്. എനിക്ക് A+ കിട്ടിയില്ലെങ്കിൽ ഞാൻ കുറ്റം പറയുള്ളൂ. ഇപ്പം മര്യാദയ്ക്ക് A+ കിട്ടില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഞാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ എനിക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ എന്താവും നിങ്ങൾ ആലോചിക്കണ്ടേ? എൻ്റെ ഫ്യൂച്ചർ 25-26 പിള്ളേർ എന്ത് ചെയ്യും? അല്ല, ബാച്ചിലർ പിള്ളേർ എന്ത് ചെയ്യും? ഞാൻ കോമഡി പറയണമെന്ന് നിങ്ങൾ കാര്യമാക്കി എടുക്കുക, ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. മൊത്തത്തിൽ അതായത് ഈ 10 സബ്ജക്റ്റ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ IT ഒഴിച്ചുള്ള സബ്ജക്ട്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 100 ചാപ്റ്റേഴ്സ് ഉണ്ട്. IT കൂടുമ്പോൾ 110 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 100 ചാപ്റ്റേഴ്സിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോയി വരുമ്പോൾ അതിനൊക്കെ നല്ല സമയം എടുക്കും. നന്നായിട്ട് അതിന് എല്ലാ ചാപ്റ്റേഴ്സിനും നല്ല വെയിറ്റേജ് ഉണ്ട്. മിക്ക ചാപ്റ്റേഴ്സിനും ചിലപ്പോൾ ഉള്ള ചാപ്റ്റേഴ്സൊക്കെ ഈസി ആയിരിക്കും, അതിലൊരു ചാപ്റ്ററിന് മാത്രമേ കുറച്ച് വെയിറ്റേജ് കൂടുതലുണ്ടാവുക, അല്ലെങ്കിൽ 2-3 ചാപ്റ്റേഴ്സിനൊക്കെ വെയിറ്റേജ് കൂടുതലുണ്ടാവുക. ഇതുള്ള ചാപ്റ്റേഴ്സ് മൊത്തം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. ഇതിലൊക്കെ കൂടി എന്ന് വെച്ചാൽ സോഷ്യലൊക്കെ നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ ഒരു ചാപ്റ്ററിൽ തന്നെ 21 ടോപ്പിക്സ് എങ്ങാണ്ടുണ്ട് ഏതോ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ആ ചാപ്റ്ററിൽ കൂടാണ്ട് ഇനി അടുത്ത ഒരു ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ അതിനേക്കാളും കൂടുതൽ ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ അതൊക്കെ കൂടി പഠിച്ചാൽ ചിലപ്പോൾ മൈൻഡിൽ നിൽക്കില്ല. പിന്നെ അത്രയും പക്കയായ കുട്ടികൾ ചിലപ്പോൾ എക്സാം എഴുതി ഫുൾ A+ വാങ്ങുമായിരിക്കും. പക്ഷേ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നന്നായി ആൻസർ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് ആൻസർ എഴുതാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ എഴുതിയിട്ടില്ലെങ്കിലോ എന്ത് ചെയ്യും ആ കുട്ടിക്ക് മാർക്ക് പിന്നെ ചോദിക്കാനായിട്ട് ഒരുപാട്. കാരണം എൻ്റെ മോള് ഒരു ട്യൂഷന് പോലും പോവാതെ പഠിക്കാൻ ഉറപ്പിച്ച കുട്ടിയാണ്, ട്യൂഷന് പോലും പോകണില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ട്യൂഷന് പൊക്കൂടെയെന്ന്. സ്കൂളിലെ ഭാരം, ട്യൂഷൻ ക്ലാസ്സിലെ ഭാരം എല്ലാം കൂടെ കുട്ടികൾക്ക് ഓവറാക്കി കൊടുക്കണ്ട. അവരുടെ ടീച്ചേഴ്സ് നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുമ്പോൾ വെറുതെ ട്യൂഷന് പോയിട്ട് അതിൻ്റെ ആ ഫീസ് കൊടുത്ത് പൈസ വെറുതെ കളയണ്ട. അതുപോലെ തന്നെ അവരുടെ ടൈമും വേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് അവൾക്ക് താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. അപ്പം ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് ഓക്കെ കുഴപ്പമില്ല, ട്യൂഷന് പോകണ്ട, എൻ്റെ കുട്ടി പഠിച്ചോളും. പക്ഷേ ഓണം എക്സാം കഴിഞ്ഞതോട് കൂടിയിട്ട് മെൻ്റലി ചില കുട്ടിക്ക് ആകെ ഡൗൺ ആയിപ്പോയി. എന്ന് വെച്ചാൽ പഠിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവളുടെ കോൺഫിഡൻസ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിച്ച കാര്യങ്ങൾ തലയിൽ കയറില്ല. എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ എക്സാം ഫിയർ വരും, എക്സാം എഴുതാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ശരിയാണോ, ഫസ്റ്റ് എക്സാമിന് ഇരിക്കുമ്പോൾ പേപ്പർ കൈ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് എക്സാം ഫിയർ കൊണ്ട് അവർക്കായി ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിക്കാൻ പറ്റില്ല, വായിച്ചാൽ മനസ്സിലാവില്ല. കുറച്ചെങ്കിലും മനസ്സിലാവുന്ന കുട്ടിയാണെങ്കിൽ ആ ഒരു ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ മനസ്സിലാവാതിരിക്കും. അപ്പോൾ കുട്ടികൾ ഈ കടന്നു പോകുന്നത് ഈ ഒരു അവസ്ഥയിലൂടെയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. SSLC ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സിമ്പിളാക്കി തന്നാൽ അത്രയും ഉപകാരം. അവർ പഠിച്ചോളും, പഠിക്കാൻ തയ്യാറാണ്. പക്ഷേ ആ കുട്ടികൾക്ക് പഠിച്ചത്
ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെയെന്ന് വെച്ചാൽ ഇതൊക്കെ നിങ്ങളെ കുട്ടികൾ പഠിക്കേണ്ടതല്ലേ എന്ന് പറയും. പക്ഷേ പഠിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് അതിനുള്ള ട്രെയിനിങ് ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ കൊടുക്കുകയായിരുന്നെങ്കിൽ ഓക്കെ. ഇതങ്ങനെയല്ല. ഈ ഒരു ടൈമിൽ സിലബസ് മാറ്റി 10ാം ക്ലാസ്സിൽ സിലബസ് മാറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കി വരുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും പ്രയാസം ഉണ്ടാവും. ഒന്നാമത് SSLCയുടെ ടെൻഷൻ. ഈ സമയം SSLC ആണെന്നുള്ള ടെൻഷനല്ല എവിടെ നിന്ന് കേൾക്കാനുള്ളത്. 10ാം ക്ലാസ്സാണ്, SSLC ആണ്, ജയിക്കണം. ആ ടെൻഷനിലൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് ഇത്രയും ബുദ്ധിമുട്ടും കൂടെ ആകുമ്പോൾ അത് എത്രയായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. ഇത് എന്നുവെച്ചാൽ ഒരേ ലെവലിൽ പോയിട്ട് പെട്ടെന്നൊരു ഗ്രാഫ് ഹൈ ആവുന്ന അറിയില്ലേ. അപ്പം ചില സമയത്ത് നമുക്ക് അതിനോട് പിടിച്ചെടുക്കാൻ പറ്റില്ല. ട്രൈ ചെയ്താൽ പറ്റും, പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകൂല. ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റിയതല്ല. പക്ഷേ ഇക്കൊല്ലം SSLC ബാച്ചിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇത് പറയണമെന്നുള്ളത്. മനസ്സിലാവണില്ലേ പാരൻസിനും മനസ്സിലാവും. ചിലപ്പോൾ പാരൻസ് ഒക്കെ വിചാരിക്കും പഠിക്കാൻ പറ്റും കുറേ ഫോഴ്സ് കൊടുത്തിട്ട് കാര്യമില്ല, ഞങ്ങളെ കൊണ്ട് പറ്റണില്ല. എല്ലാ പാരൻസിനോടും ഞാൻ പറയുകയാണ് ഇങ്ങനെ പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റണമെന്ന് വെച്ചാൽ ഇങ്ങനെ കമ്പയർ ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾക്ക് പറ്റാണ്ടാണ്. സീരിയസ്ലി അത്രയ്ക്ക് ഹാർഡാണ്. ഇപ്പോൾ ഈ യൂട്യൂബ് ക്ലാസ്സിലായിട്ടുണ്ടെങ്കിലും ഓരോ ലൈവിലും എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു മോശം സിറ്റുവേഷനിൽ കൂടെയാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നൊക്കെ അവർ പറയുന്നുണ്ട്. അത് പാരൻസ് കൂടി ഒന്ന് മനസ്സിലാക്കാം. നിങ്ങളും കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഓക്കെ ആവാൻ പറ്റുമായിരിക്കും. പക്ഷെ ഓൾറെഡി കുറേ സ്ട്രെസ് അതിൻ്റെ ഇടയിൽ കൂടെ പാരൻസ് വന്നിട്ട് പറയാം നീ എന്താ ചെയ്യാം, നീ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാം കൂടി ഭയങ്കര ഇതാവും. ഇനി വിദ്യാഭ്യാസ വകുപ്പിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്നും ചെയ്യല്ലേ. എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പിള്ളേരല്ലേ 15 വയസ്സായിട്ടുള്ള കൊച്ചു മനസ്സാണ്. എല്ലാവരും ലോലഹൃദയരാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കരുത്, കരുണ കാണിക്കണം. അത് മാത്രമേ ഞാൻ ഓക്കെ. അതിനൊന്നും എടുക്കണം.